السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, നാട്ടുകാരെ, ഇൻസ്പിറാത്തിന്റെ സംഘാടകരെ, മർഹൂം മൊയ്ൻകുട്ടി വൈദ്യർ രചനകളാൽ സമ്പുഷ്ടമാക്കിയ ബദർ കിസ്സപ്പാട്ടിൽ നിന്നും ഏതാനും ചില ഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, ലോകത്തിന്റെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്നും ശത്രുക്കളുടെ ശല്യം സഹിക്കവയ്യാതെ മദീനയിലേക്ക് പലായനം ചെയ്തു. അങ്ങനെ അതാ മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്ത നബി തങ്ങൾക്കും അനുയായികൾക്കും മക്കയിൽ അനുഭവപ്പെട്ട അതേ ബുദ്ധിമുട്ടും പ്രയാസവും വീണ്ടും മദീനയിലും അനുഭവപ്പെടുകയാണ്. എത്രത്തോളം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്വഹാബത്തിന്റെയും സ്വത്തുക്കൾ അപഹരിച്ചുകൊണ്ട് ഒരു കൂട്ടം ഷാമിലേക്ക് യാത്ര തിരിച്ചു. അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്വഹാബത്തിന്റെയും സ്വത്തുക്കൾ അപഹരിച്ചുകൊണ്ട് ഷാമിലേക്ക് പോയി. അവിടെ നിന്ന് കൊള്ളലാഭം കഴിഞ്ഞു വരുന്ന വഴിയിൽ ആ വാർത്ത അറിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു യുദ്ധത്തിനായിരുന്നില്ല, മറിച്ച് അതൊരു യുദ്ധമായിട്ട് രൂപാന്തരപ്പെടുകയാണ് ഉണ്ടായത്. നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മുത്തുനബി തങ്ങളും സ്വഹാബത്തും അങ്ങനെ അതാ ബദറിന്റെ ഭൂമിയിലേക്ക് നീങ്ങി. അങ്ങനെ ബദർ രണാങ്കളത്തിൽ എത്തിയിട്ട് തങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് അതാ അവിടെ ഒരു കൊച്ചു തടാകം നിർമ്മിക്കുകയാണ്. അങ്ങനെ തടാകം നിർമ്മിച്ചിട്ട് നബി തങ്ങളും പരിവാരങ്ങളും ആ തടാകത്തിനരികിൽ അതാ ഒരു തമ്പടിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹക്കീം എന്ന ഒരാൾ ആ തടാകത്തിനരികിലേക്ക് കടന്നു വന്നു. അങ്ങനെ കുറച്ച് വെള്ളം അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി പതിയെ വലിഞ്ഞു. അപ്പോ സഹാബത്ത് നബി തങ്ങളോട് ചോദിച്ചു, നബിയെ, ഹക്കീം എന്ന ആള് വെള്ളം എടുത്തുകൊണ്ട് പോയല്ലോ, എന്നിട്ട് എന്തേ ഒന്നും മിണ്ടാതിരുന്നത്? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഹക്കീം എന്ന ഒരു പാവമാണ്, വളരെ സാധുവാണ്, മക്കയിൽ വെച്ച് എന്നെ ഒരുപാട് സഹായിച്ച മനുഷ്യനാണ്, ഒരു പ്രശ്നവും ഉണ്ടാക്കാത്ത ആളാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളെ അവിടെ ഇരുത്തി. അപ്പോൾ അതാ മറ്റൊരാൾ, ആരാണത്? ഖുറൈശികളിലെ വില്ലാളി വീരനായ അസ്വദുൽ അനസ്. അങ്ങനെ ഖുറൈശികളിലെ പെരുത്ത പോരാളിയായ അസ്വദുൽ അനസ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പരിവാരങ്ങളും നിർമ്മിച്ചു വെച്ചിട്ടുള്ള ആ തടാകത്തിലേക്ക് ചാടിയെടുത്തപ്പോൾ ഖുറൈശികളിലെ പെരുത്ത പോരാളിയായ അസ്വദുൽ അനസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും നിർമ്മിച്ചു വെച്ചിട്ടുള്ള ആ തടാകത്തിനടുക്കിലേക്ക് ഓടിയെടുത്തപ്പോൾ സ്വഹാബാക്കളിലെ ധീരനായ ഹംസ തങ്ങളതാ ആ തടാകത്തിന് മുന്നിൽ കാവൽ നിൽക്കുകയാണ്. അങ്ങനെ ഹംസ തങ്ങൾ കാവൽ നിൽക്കുന്നതിനിടയിൽ രോഷാകുലനായിട്ട് ആ തടാകം എനിക്ക് പൊളിക്കണം, അതിൽ നിന്ന് എനിക്ക് വെള്ളമെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് അസ്വദുൽ അനസ് മുന്നോട്ട് വരുന്നു. അപ്പോ ഹംസ തങ്ങൾ ചാടി വീണുകൊണ്ട്, നിൽക്കവിടെ, എന്താ നിന്റെ പരിപാടി, എന്താ നിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചപ്പോൾ അസ്വദുൽ അനസ് അഹങ്കാരത്തോടെ പറഞ്ഞു, എനിക്ക് ആ തടാകത്തിൽ നിന്ന് വെള്ളമെടുക്കണം, എനിക്കത് പൊടി പൊളിക്കണം എന്ന് പറഞ്ഞു. നേരത്തെ ഹക്കീം വന്ന് വെള്ളമെടുത്തു കൊണ്ടുപോയതുപോലെ മാന്യമായിട്ട് വന്ന് ദാഹം തീർക്കാൻ വേണ്ടി ഒരിറ്റ് ജലമല്ല ചോദിച്ചത്, ആ തടാകം പൊടി പൊളിക്കലായിരുന്നു അസ്വദുൽ അനസിന്റെ ഉദ്ദേശം. അങ്ങനെ ഹംസ തങ്ങളും അസ്വദുൽ അനസും ഏറെ നേരത്തെ വാക്വാദങ്ങൾക്ക് ശേഷം ആരും കേട്ടാൽ അറയ്ക്കുന്ന നീചമായ ഭാഷ കൊണ്ടുള്ള വാക്വാദങ്ങളാണ് ഇപ്പോൾ ബദറിന്റെ രണഭൂമിയിൽ നാം തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ ഏറെ നേരം വാക്വാദങ്ങളിൽ ഏർപ്പെട്ട് അങ്ങനെ അതാ ബദറിന്റെ രണഭൂമി ഒരു തൊണ്ട യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ഏറെ നേരത്തെ ഘോരമായ യുദ്ധത്തിനൊടുവിൽ അതാ ഹംസ തങ്ങളുടെ ഒരൊറ്റ വെട്ടിന് അസ്വദുൽ അനസ് ബദറിന്റെ രണഭൂമിയിൽ വീണ് കിടക്കുകയാണ്. അങ്ങനെ ആരാണ് വെട്ടേറ്റ് കിടക്കുന്നത്? മുത്തുനബിയുടെയും പരിവാരങ്ങളുടെയും ഇടയിൽ, മുഹമ്മദിന്റെയും അനുയായികളുടെയും ഇടയിൽ ആരാണ് വെട്ടേറ്റ് കിടക്കുന്നത്?
കിടക്കുന്നത് ഖുറൈശികളിലെ വില്ലാളി വീരനായ പെരുത്ത പോരാളിയായ അസ്വദുൽ അനസാണ്. ഖുറൈശികൾക്ക് സഹിക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. രോഷാകുലരായ ഖുറൈശികൾ അതാ മുമ്പിലേക്ക് നടന്നു വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ മുമ്പിലേക്ക് അയച്ചത് അൻസാറുകളെയായിരുന്നു. അങ്ങനെ നബി തങ്ങളെയും മുത്തനബിയും സ്വഹാബത്തിനെയും വെല്ലുവിളിച്ചുകൊണ്ടതാ ഖുറൈശികൾ പറയുന്നു, അൻസാറുകൾ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ നാട്ടുകാരായ മക്കക്കാരെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഖുറൈശികൾ മുന്നോട്ടെടുത്തപ്പോൾ വാക്ക് കേട്ട് മുന്തി മൂണ്ട് സിംഹര പിന്നിലെ ഉബൈദത്ത് ബിൻ ഹംസയും വഹൈദറ സിഹാബിഹത്ത് രണ്ട് സഫിടക്കു ചണ്ട് ഹാദിറ ചീർമദം തരിത്തു കൊണ്ട് ചോടി അങ്ങ് കാഫിറ. ഖുറൈശികളുടെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് സഹാബാക്കളിലെ ധീരന്മാരായ ഹംസ തങ്ങളും അലിയാർ തങ്ങളും ഉബൈദ് തങ്ങളും മുന്നോട്ടെടുത്തപ്പോൾ ആരായിരുന്നു ഖുറൈശികളിൽ നിന്ന് വന്നത്? ഖുറൈശികളിലെ അസ്വദുൽ അനസിനേക്കാൾ പെരുത്ത പോലാരികളായ ഉത്ബത്ത്, വലീദ്, ശൈബത്ത്, ഈ മൂവരും നമ്മുടെ ധീരന്മാരായ സഹാബാക്കളെ നേരിടാൻ വേണ്ടി ബദറിന്റെ രണഭൂമി അതാ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതാ മുത്തുനബിയും സഹാബത്തും അവിടെ തമ്പടിച്ചിരിക്കുകയാണ്. അങ്ങനെ തങ്ങളുടെ സഹാബത്തിന് ആശ്വാസം പകരാൻ വേണ്ടിയിട്ട്, സമാധാനം പകരാൻ വേണ്ടിയിട്ടതാ ബദറിന്റെ രണഭൂമി തക്ബീർ ധ്വനികളാൽ അന്തരീക്ഷം മുഖരിതമായപ്പോൾ അങ്ങനെ ഏറെ നേരം വാഗ്വാദങ്ങളിൽ ഏർപ്പെടുകയാണ്. അങ്ങനെ വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ട് മുത്തുനബി തങ്ങൾ പോലും കേട്ടാൽ അറയ്ക്കുന്ന മോശമായ നീചമായ ഭാഷ കൊണ്ടതാ അവർ തമ്മിൽ വാഗ്വാദങ്ങളിൽ ഏർപ്പെടുകയാണ്. അങ്ങനെ അതാ ബദറിന്റെ രണഭൂമി ഒരു യുദ്ധത്തിന് സാക്ഷിയാവാൻ പോവുകയാണ്. ഇരുപുറം തഹയാറിനാൽ വിലക്കവെ ഇഗൽ ഹംസ ശൈബത്തുമായും വിലക്കവെ ഉലം ഹരിശരി ഹംസത്താൻ അടുക്കവെ ഒരു വെട്ടുകൊടെ ഉടനെ അടുക്കവെ ഇരുപുറം തഹയാറിനാൽ വിലക്കവെ ഇഗൽ ഹംസ ശൈബത്തുമായി വിലക്കവെ ഉലം ഹരിശരി ഹംസത്താൻ അടുക്കവെ ഒരു വെട്ടുകൊടെ ഉടനെ അടുക്കവെ ഈറമുറ്റിക്കൂട് ശൈബത്തെ തടവോട്ടു നീട്ടും അടവോട്ട് ചാട്ടും തടവിട അടൽ കൊണം തൊടുവിന കാടുകട തരപ്പെടും പിന്നെ പല പാടും ചോടുരത്തിൽ കരിശണമാ. ഉത്ബത്തും ശൈബത്തും വലീദും സഹാബാക്കളിലെ ധീരന്മാരായ ഹംസ തങ്ങളോടും അലിയാര് തങ്ങളോടും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതാ പുറകിലേക്ക് വലിയൊരു ശബ്ദം കേട്ടുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അതാ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള ഉത്ബത്തിനും ഉബൈദ് തങ്ങൾക്കും വെട്ടേൽക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കാലിന് വെട്ടേറ്റ ഹംസ ഉബൈദ് തങ്ങളെ താങ്ങിക്കൊണ്ട് ഇലാ ഹദ്റത്ത് നബീനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുകിന്താർ ഏരോപേരും ആദിശണത്തിൽ പുകയും ഹബീബുള്ള തിരുമുമ്പത്തി സുഗന്ധേ ഉബൈദത്തെ എടുത്തതമ്മ ചൊരിന്ത് വരും ഭാഷി ഓശു കൈതമ്മ. അങ്ങനെ വെട്ടേറ്റ് കിടക്കുന്ന ഉബൈദ് തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ എത്തിയിട്ട് പറഞ്ഞു, നബിയെ എന്റെ കാല് മാത്രമേ പോയിട്ടുള്ളൂ, ഞാൻ ബദരീങ്ങളിൽ പെടില്ലേ എന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി തങ്ങൾ സമാശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഉബൈദ് തങ്ങളോട് ഇപ്രകാരം പറഞ്ഞു, അങ്ങാണ് ബദരീങ്ങളിൽ പെട്ടതെന്ന് പറഞ്ഞ് ഉബൈദ് തങ്ങളെ ആശ്വസിപ്പിച്ചു. അങ്ങനെ ഉബൈദ് തങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതുപോലെ ധാരാളം മഹാന്മാർ ഒരുപാട് വേദനകളും യാതനകളും അനുഭവിച്ചാണ് ഇന്ന് കാണുന്ന ഈ ഇസ്ലാം ഇവിടെ പടുത്തുയർത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ ഇസ്സത്ത് എന്നും നിലനിർത്താൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സിറ പാരായണം മത്സരം തുടരുന്നു. നെക്സ്റ്റ് കോൾ ലെറ്റർ സി.